നമസ്കാരം. ബ്രിട്ടനിൽ 37 പെൺകുട്ടികളെ ഓൺലൈനിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ച കൗമാരക്കാരനെ 8 വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി. കോറി ജോൺസ് എന്നാണ് ഈ കൗമാരക്കാരൻ്റെ പേര്. ഇയാൾക്ക് ഇപ്പോൾ 19 വയസ്സാണ് ഉള്ളത്. 2022-നും 2024-നും ഇടയിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. ഇയാൾ വ്യാജ ഐ ഡിയിലൂടെയാണ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇയാളുടെ പ്രായവും തെറ്റിച്ചാണ് കൊടുത്തിരുന്നത്. നിരവധി പെൺകുട്ടികളെ ഇയാൾ വളരെ പെട്ടെന്ന് തന്നെ വശത്താക്കിയിരുന്നു. ഓരോ പെൺകുട്ടിക്കും തോന്നിയിരുന്നത് ഇയാൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരുടെ നഗ്നചിത്രങ്ങളും മറ്റും ഇയാൾ ആവശ്യപ്പെടുമായിരുന്നു. അവർ ഇയാളോടുള്ള വിശ്വാസം കൊണ്ട് ഇതെല്ലാം തന്നെ അയച്ചു കൊടുക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ കൂടുതൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും അയച്ചു തരണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് വിസമ്മതിച്ച പെൺകുട്ടികളെ ഇയാൾ തൻ്റെ കൈവശമുള്ള ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഇവർ നാണം കെടുത്തുമെന്നും പറഞ്ഞ് നിരന്തരമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ചില പെൺകുട്ടികൾ ഒടുവിൽ പോലീസിന് പരാതി നൽകിയത്. ഇയാൾക്കെതിരെ പരാതി നൽകിയ പല പെൺകുട്ടികളും കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചത് എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അവരുടെ പലരുടെയും ജീവിതം തന്നെ താറുമാറായ അവസ്ഥയിലായിരുന്നു. പക്വതയെത്താത്ത പ്രായത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെടാൻ ഇവർ ഇടയ സാഹചര്യം തന്നെയാണ് ഇവർക്ക് ജീവിതത്തിൽ വലിയ ദുരിതമായി മാറിയത് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവർ ഓൺലൈനിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നത് നിയന്ത്രിക്കാൻ സംവിധാനം വേണം എന്ന് തന്നെയാണ് കോടതി ഈ ഒരു വാക്കുകളിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ജോൺസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ യാതൊരു മനുഷ്യത്വമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ കടുത്ത അന്തർമുഖനും ഏകാഗിയുമായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. ഒപ്പം ഇയാൾക്ക് ഈ പോൺ ചിത്രങ്ങൾ കാണുന്ന ശീലവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് ഈ പെൺകുട്ടികളെയൊക്കെ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും ഒക്കെ തന്നെ കഴിഞ്ഞിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ പീഡനത്തിലായ പെൺകുട്ടികൾ ഭൂരിഭാഗം പേർക്കും കടുത്ത മാനസിക സംഘർഷം അനുഭവപ്പെടുകയും ഇവർ പലരെയും പിന്നീട് കൗൺസിലിങ്ങിന് വിധേയരാക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചത് അറിഞ്ഞ പല പെൺകുട്ടികളും പറഞ്ഞത് ഇയാൾ തങ്ങളെ വഞ്ചിച്ചു എന്നാണ്. സ്വന്തം സുഹൃത്താണ്, വളരെ അടുപ്പമുള്ള ആളാണ് എന്ന് ഭാവിച്ചുകൊണ്ടാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇവരുമായി ഇടപഴകിയിരുന്നത്. വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യനായി ഇയാൾ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പലരും ചിത്രങ്ങളും മറ്റും അയച്ചു കൊടുത്തിരുന്നത്. എന്നാൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത് തങ്ങൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്നാണ് ഈ പല പെൺകുട്ടികളും പറയുന്നത്. ഏതായാലും ഇയാളുടെ ജയിൽ ശിക്ഷ പൂർത്തിയായാലും രാജ്യത്തെ ഇത്തരത്തിലുള്ള ലൈംഗിക കുറ്റവാളികളുടെ പട്ടികയിൽ ഇയാളുടെ പേരുണ്ടാകും എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഭാവിയിലും ഇയാൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിൽ ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ നിരവധി പേർ ബ്ലാക്ക് മെയിലിങ്ങിന് ഇപ്പോഴും ഇരയാകുന്നുണ്ട്. പക്ഷേ ഈ ജോൺസ് വളരെ ബുദ്ധിമാനും തന്ത്രശാലിയുമായിരുന്നു. ഇയാൾ ഒരിക്കലും നേരിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. വേറൊരു വ്യാജ ഐ ഡിയിലും പ്രായത്തിലുമൊക്കെ വന്നിരുന്ന ഇയാൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തൊരു സുഹൃത്തായിട്ടാണ് കരുതിയിരുന്നത്. കാരണം പ്രായം കുറച്ച് കാണിച്ചപ്പോൾ ഇയാൾ ചെറിയൊരു പയ്യനായിരിക്കുമെന്നാണ് അവരും കരുതിയിരുന്നത്. പിന്നീടാണ് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മനസ്സിലായത്. ഏതായാലും ഇത് വലിയൊരു വിഷയത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കൗമാരക്കാർക്ക് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിന് ഒരു പ്രായപരിധി നിശ്ചയിക്കേണ്ടതുണ്ടോ എന്ന് പോലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള എത്രയോ കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജോൺസിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഏതാണ്ട് 172ഓളം കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് കണ്ടെടുത്തിട്ടുള്ളത് എന്ന് വെളിവാകുമ്പോൾ ഇയാൾ എത്രത്തോളം വലിയൊരു ക്രിമിനലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി. ഇത്രയും പെൺകുട്ടികളെ ഇയാൾ വ്യാജ ഐ ഡിയിലൂടെ വശീകരിച്ച് എടുക്കുകയും അവരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്തത് ഒരുപക്ഷെ വളരെ അവിശ്വസനീയമായി നമുക്ക് തോന്നാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കൗമാരക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്.